പൊട്ടിക്കരയുകയായിരുന്നു ചന്തു. ഈ വിഷയത്തിൽ ഇപ്പോൾ നടി മല്ലിക സുകുമാരനും ശക്തമായ നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സമാനമായൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് മല്ലിക സുകുമാരനും മക്കളും. സുകുമാരൻ്റെ വിയോഗ സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും വന്നപ്പോൾ അവരെ കാണാനായി തിക്കുതിരക്കും ആയിരുന്നു. ഇതെന്ത് ഇവിടെ നടക്കുന്നത് എന്നായിരുന്നു അന്ന് പൃഥ്വിരാജ് ചോദിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഇന്നും സമാനമായ കാര്യമാണ് നടന്നത്. അച്ഛന് അന്ത്യയാത്ര നൽകുന്നതിനിടെ ക്യാമറയും മൊബൈൽ ഫോണുമായി തിരക്ക് കൂട്ടുന്നവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ചന്തു. ആശുപത്രിയിൽ ചെന്നു. അതുകഴിഞ്ഞ് പൊതുദർശനത്തിന് വെച്ചെടുത്ത്. അപ്പോൾ തന്നെ ആവശ്യത്തിന് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ എടുത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞാണ് വീട്ടിലേക്ക് മൊബൈൽക്കാരെ കൊണ്ട് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും കലാഭവനിലേക്ക് കൊണ്ടുവരുന്നു. ബോഡി എടുക്കാൻ താമസിക്കണേ, അത്രയും നേരം കൂടി ആ മുഖമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അത് സലീംകുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് സത്യസന്ധമായിട്ടാണ് പ്രതികരിക്കുന്നത് ആളാണ് സലീംകുമാർ എന്നറിയാമോ? കുട്ടിയുടെ അനുഭാവിയായിട്ടല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ആ മകൻ അച്ഛനെ ഓർത്ത് എന്ത് അഭിമാനമാണ്. അച്ഛൻ ഇനി കൂടെയില്ല എന്നത് തകർത്ത് കളയും. ഇതുപോലെ 2 ആൺമക്കളാണ് എൻ്റേത്. സുകുവേട്ടൻ മരിക്കുമ്പോൾ ഇന്ദ്രൻ എഞ്ചിനീയറിങ്ങിനും രാജു 10ാം ക്ലാസ്സിലുമായിരുന്നു. അന്ന് കലാഭവനിൽ കൊണ്ടുവന്നപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. മോൻ ഇങ്ങനെ നിർവാഹകനായി നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എടുക്കും. ആംബുലൻസൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കുന്നു അവിടെ. അന്നേരം എന്നോട് പറഞ്ഞില്ല. ഇപ്പോൾ വന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നവരെ ശരിക്കും അച്ഛനെ കാണാൻ വന്നവരായിരിക്കത്തില്ല. ഞങ്ങളെ കാണാൻ വന്നവരായിരിക്കും. അവർക്ക് വേറൊരു സ്ഥലം കൊടുത്താൽ പോരെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് എന്നോടത് ചോദിച്ചത്. ഇതറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതായിരിക്കും മോനെ എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കുകയായിരുന്നു. പലതവണ പൃഥ്വി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ പോലും പോലീസുകാർക്ക് അവരുടെ റഫിൽ താങ്ങാൻ പറ്റുന്നില്ല. അത്രയും കാലം കൂടെ ജീവിച്ച ഭാര്യ അവിടെ ഇരുന്നു പുറകിൽ നിൽക്കുകയായിരുന്നു. കുറച്ചുകൂടെ മര്യാദയോടെയുള്ള പെരുമാറ്റം ആവാം. പെരുമാറിയാണോ പൈസ ഉണ്ടാക്കേണ്ടത്? സലീമിൻ്റെ ഭാര്യയുടെ കരച്ചിലുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. ആ മക്കളെയും ചേർത്ത് പിടിച്ച് സലീമിൻ്റെ ഭാര്യയെക്കുറിച്ച് കുറച്ച് നേരമെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളെയും അവിടെ കണ്ടില്ല. ഉള്ള സമയം അവർക്ക് വിട്ടുകൊടുക്കുക. വീട്ടിലേക്ക് വരുമ്പോൾ മെയിൻ സ്ട്രീം ചാനലുകാരെ മാത്രം കടത്തിവിട്ട് ഒന്നും വെച്ചിരിക്കുന്നിടത്തേക്ക് പ്രവേശനം കൊടുക്കരുതായിരിക്കുക. മൊബൈലുമായി വരുന്നവരെ എല്ലാം നിയന്ത്രിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വേണ്ടത്ര സമയം ഭാര്യയ്ക്കും മക്കൾക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. 100% ഞാൻ ആ മോനോടൊപ്പം തന്നെയാണ്. എൻ്റെ മക്കളും അന്ന് ഇതുപോലെയൊരു അനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. അമ്മേ, വീട്ടിൽ മതിയായിരുന്നു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്നുവരെ പറഞ്ഞിരുന്നു. അത് വല്ലാത്തൊരു വേദനയാണ്. അതിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. പെട്ടെന്നൊന്നും മാറുന്നതല്ല അത്. വളരെ ശക്തമായ നിലപാടുമായാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്.